അയാൾ ഇന്ന് നമ്മൾ വന്നുള്ളത് വടവറം ടാണയുടെ അടിയിൽ ഹൈലൈറ്റ് മാളിന്റെ നേരെ ഓപ്പോസിറ്റ് ക്രാബറി സീ ഫുഡ് റെസ്റ്റോറന്റിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ഡിഷസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ സീ ഫുഡ് മാത്രമാണ് വരുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സീ ഫുഡ് ആണ്. ബട്ട് നമുക്ക് ബിരിയാണി ഉണ്ട്, ചോറുമീനും ഉണ്ട്, പിന്നെ അല്ലാതെ പൊറോട്ട, ചപ്പാത്തി, അപ്പം, പുട്ട്, ഒരു വിധത്തിൽ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന സാധനം സീ ഫുഡ് ആണ്. ഇത് കാളാഞ്ചിയാണ്. ഓൾമോസ്റ്റ് 2 കിലോ വലിപ്പമുണ്ട്. കാളാഞ്ചി നമ്മളൊരു സ്പെഷ്യൽ മസാല ഉണ്ട്. ആ മസാല ഇട്ട് വെക്കും. ഇതിപ്പം നമ്മള് ഇന്നത്തേക്ക് വേണ്ടിയാണ് തലേന്ന് നേരിച്ച് ക്ലീൻ ചെയ്ത് മസാലയ്ക്ക് വെക്കും. ഒരു ദിവസം 1 ഡേ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് പിടിക്കുള്ളൂ. അത്രയും വലിയ ഫിഷ് ആയതുകൊണ്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ മാരിനേഷൻ ചെയ്ത് വെക്കും. എന്നിട്ട് ഓർഡർ വരുമ്പോഴത്തേക്കും നല്ല തവയില് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്രില്ല് ചെയ്ത് 2 സൈഡ് ബട്ടർഫ്ലൈ കട്ടാണ് മെയിൻ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എല്ലാ സൈഡും നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും. കാളാഞ്ചി എന്ന് പറഞ്ഞാൽ മീൻ ഭയങ്കര സോഫ്റ്റ്, അതിന് ഇച്ചിരി ടാസ്ക് പണിയാണ് ചേർത്തുള്ളത്. അപ്പൊ എത്ര ആൾ വന്നാലും ഫുഡ് കഴിക്കാനുള്ള സൗകര്യം എന്തുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കേക്കല്ല കേട്ടോ, ഇതിന്റെ പേരാണ് കപ്പ മീറ്റ് കണക്ഷൻ. ഇത് ലോകത്ത് എവിടെയും കിട്ടൂല. ഇതാകണേ നമ്മളെ കാബറി വന്നാലും മാത്രം കിട്ടുള്ളൂ. ഒന്നും പറയാല, നിങ്ങൾ കഴിച്ചു നോക്കി, ഇത് നിങ്ങൾ പറയാം. ബേസിക്കലി കപ്പ മീറ്റ് കണക്ഷൻ ഞാൻ സ്വന്തമായിട്ട് ഇൻവെന്റ് ചെയ്ത ഒരു ഡിഷാണ്. അത് ലെയേഴ്സ് ഓഫ് ഐറ്റംസ് ആണുള്ളത്. അതായത് കപ്പ ലെയർ, പിന്നെ കല്ലുമ്മക്കായ, പിന്നെ അടുത്ത ലെയർ കപ്പ, പിന്നെ ബീഫ് ഫ്രൈ, പിന്നെ കപ്പ, പിന്നെ ലാസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഫിഷ് മാംഗോ കറിയുടെ ഫിഷ്. 2 കിലോ kg തൂക്കമുള്ള കാളാഞ്ചിയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ നൗഷാദ് ഖാന്റെ സിഗ്നേച്ചർ ഐറ്റം കാളാഞ്ചി. ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക്. ഞണ്ട് ഓക്കെ. അപ്പൊ ഫുഡ് മാത്രല്ല കേട്ടോ, സ്യൂട്ട് റൂം, ഡബിൾ റൂം വിത്ത് AC ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. നമ്മൾ മന്തി അൽഫാമൊക്കെ കഴിച്ച് നടക്കണവർ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനം തന്നെ കേട്ടോ സീ ഫുഡ്.